നമ്മൾ ജില്ലയുടെ ഒരു ഓണാഘോഷ പരിപാടിയിലേക്ക് നമ്മൾ പോകേണ്ടത്. അന്ന് ഇതിന് മുഴുവൻ ചുക്കാനും പിടിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നവർ ഓരോരുത്തരും. ഇതിനെ എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ അത്രമാത്രം ഭംഗിയാക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കുടുംബ സംഗമമാണ്. അടുത്ത വർഷം നമുക്ക് ജില്ലയിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചുള്ള വിപുലമായ ഒരു ഓണാഘോഷ പരിപാടി നടത്തണം. ഞാനെൻ്റെ പ്രസംഗം അധികം ധരിപ്പിക്കുന്നില്ല, കാര്യം പരിപാടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്തവണത്തെ ഓണാഘോഷം. എറണാകുളം വിട്ട് ആദ്യമായിട്ട് ഈ ഓണത്തിന് പുറത്തൊരാഘോഷ പരിപാടി പങ്കെടുക്കുന്നത് കോട്ടയം ജില്ലാ ഓണാഘോഷ പരിപാടിയിലാണ്. കഴിഞ്ഞ വർഷം ഓണാഘോഷ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് വരാൻ സാധിച്ചില്ല. നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇവിടെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മണിക്കൂർ പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ പ്രതീക്ഷ അധികം പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് ഈ പരിപാടി മൊത്തം തീർക്കണം. അതിന് 15 മിനിറ്റ് പ്രതീക്ഷ എടുക്കുകയും ചെയ്യും. ബാക്കി 15 മിനിറ്റാണ് ഞങ്ങൾക്കൊക്കെ കൂടി ഉള്ളത് എന്നുള്ളത് കൊണ്ട് ദീർഘമായിട്ടൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഓണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നന്മയുടെ ആഘോഷമാണ്. ഈ പറഞ്ഞ പോലെ പൊളിവചനങ്ങളില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ 100 കൂട്ടം കാര്യങ്ങൾ, അതായത് തെറ്റായ കാര്യങ്ങൾ നടക്കാത്ത നന്മ നിറഞ്ഞ ഒരു ലോകത്തിൻ്റെ മാതൃകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമാണ് ഓണാഘോഷം. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ലോകത്ത് അതൊന്നും തന്നെ കാണാനുമില്ല. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അതിപ്രസരം സമൂഹത്തിൽ ഒത്തിരിയേറെ മൂല്യച്യുതി ഉണ്ടാകുകയും മനുഷ്യ സമൂഹത്തെ തമ്മിൽ അകറ്റുന്ന രീതിയിലേക്ക് വിവിധ രാഷ്ട്രീയ സംഘടനകൾ മത്സരിച്ച് വർഗീയത ജനങ്ങളിലേക്ക് ഇളക്കി വിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, സമൂഹത്തിലൊരു മൂല്യച്യുതി വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ മാനസികമായിട്ട് നാം കുറേയും കൂടി മാറേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഓണാഘോഷമാവട്ടെ, ഇഫ്താർ ആഘോഷമാകട്ടെ, അതല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷമാകട്ടെ, പുതുവത്സരാഘോഷങ്ങളാകട്ടെ, ഏതൊരാഘോഷവും നമ്മുടെ മനസ്സിലേക്ക് നന്മയും സൗഹൃദവും കൊണ്ടുവരുന്നതിനും സ്നേഹം എന്ന അടിസ്ഥാന തത്വത്തിലൂന്നി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. സംഘടന തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുകയാണ്. സൗഹൃദമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം എന്ന് പറയുന്നത് സൗഹൃദമാണ്. അത് എല്ലാ ബന്ധങ്ങളിലും, അതിപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകാർ മാത്രമല്ല സൗഹൃദ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധത്തിലും മാതാപിതാവിൻ്റെ ബന്ധത്തിൽ, ഏതൊരു ബന്ധത്തിലും, ബന്ധത്തിൽ പോലും നമുക്കൊരു സൗഹൃദം അടിസ്ഥാനമായിട്ട് കാണാൻ കഴിയും. ഏറ്റവും വലിയൊരു സ്നേഹഭാവമാണ് സൗഹൃദം എന്ന് പറയുന്നത്. ആ സൗഹൃദത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് നമ്മൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒത്തിരിയേറെ ആഘോഷങ്ങൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും വിവിധ ജില്ലാ കമ്മിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട്. ഇവിടെ സംഘടനാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം പ്രതീക്ഷ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഓണക്കാലത്ത് നമ്മൾ ഒരു ഓണക്കൈ നീട്ടമായിട്ട് തന്നെ, വിഷുക്കൈ നീട്ടം പോലെ ഓണത്തിന് നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ഒത്തിരിയേറെ വീടുകളിൽ മരണം സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് തന്നെ കോട്ടയത്ത് തന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു 10 ലക്ഷം രൂപ കൊടുത്തൊരു വീടുണ്ട്. ചില കുടുംബങ്ങളിവിടെ കാണും. പലപ്പോഴും കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 70% വരുന്ന കേരളത്തിലെ ഹോട്ടൽ, ബേക്കറി, ലോഡ്ജ് മേഖലയിലുള്ള നമ്മുടെ KHRA അംഗങ്ങൾ അവർ ജീവിതത്തിൽ രാപകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കടയിൽ വരുന്നു, വൈകുന്നേരം വരെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുടുംബനാഥൻ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെടുമ്പോൾ ആ ജീവിതം, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിലേക്ക് 10 ലക്ഷം രൂപ ഉടനടി ആ കുടുംബത്തിനൊരു ആശ്വാസധനമായിട്ട് ചെല്ലുന്ന രീതിയിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരിക്കലും ഒരു മനുഷ്യന് പകരം പണം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ മരണം കൊണ്ടുണ്ടാവുന്ന പല ന്യൂനതകളും, അതല്ലെങ്കിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ, കുട്ടികളുടെ പഠന ചെലവിൽ മറ്റ് മാർഗങ്ങളില്ലാത്തൊരവസ്ഥയിലൊക്കെ ഈ പണത്തിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ
ഹോട്ടൽ ഉടമകളെ, ബേക്കറി ഉടമകളെ, ലോഡ്ജ് ഉടമകളെ സഹായിക്കുന്നതിനും അവരുടെ കുടുംബം അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുമായിട്ട് വേണ്ടിയിട്ടാണ് സംഘടന KHRA സുരക്ഷാ പദ്ധതി എന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ സാരഥികൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സാരഥികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഓണ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, ആ സുരക്ഷാ പദ്ധതി വിജയിപ്പിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കോട്ടയം ജില്ലയിലെ സുരക്ഷാ പദ്ധതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ഇതര ജില്ലകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു പ്രകടനം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയുക. സംഘടന എടുക്കുന്ന ഏതൊരു തീരുമാനവും, അതിപ്പോൾ വയനാട് ജില്ലാ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കേരളത്തിൽ ഒത്തിരിയേറെ വ്യാപാര സംഘടനകളുണ്ട്, സാമൂഹിക സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ വയനാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഉണർന്നു പ്രവർത്തിക്കുകയും അതിനുശേഷം ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതൽ 32 ദിവസത്തോളം അവിടെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്ത, ജനകീയ അടുക്കളയ്ക്ക് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അഭിമാനത്തോടു കൂടി പറയാം. ഇപ്പോൾ പല വേദികളിലും ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ പോകുമ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഒരു സംഘടന എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾ കണ്ടത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. ഇവിടെ ഒത്തിരിയേറെ വ്യാപാര സംഘടനകളുണ്ടല്ലോ, നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്ന് മുതിർന്ന നേതാക്കൾ പോലും, വിവിധ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കൾ പോലും നമ്മളോട് പറയാറുണ്ട്. പല സംഘടനകളുടെയും നേതാക്കന്മാരെ അടുത്ത ദിവസങ്ങളിൽ 2-3 സംഘടന, രാഷ്ട്രീയം പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാത്തത്, നേരിട്ട് നമ്മളെ വിളിക്കുകയും അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് നിങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്ത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ചോദിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർക്ക് അവരുടേതായ സംഘടനാപരമായ ഫോറങ്ങളിൽ, അതിനകത്ത് പ്രതിപക്ഷ ഭരണപക്ഷ സംഘടന ഒന്നുമില്ല കേട്ടോ, എല്ലാ സംഘടനകളും ഇതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർട്ടി പോലും വിളിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പോലീസ് അടക്കം, പോലീസ്, ഫയർഫോഴ്സ്, മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു നമുക്ക് വയനാട് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വയനാടല്ല, കേരളത്തിൽ എവിടെ ഒരു ദുരന്തമുണ്ടായാലും ആ ദുരന്തമുഖത്ത് എങ്ങനെ ഒരു ഫുഡ് ഫോഴ്സ് പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം കൂടിയായിരുന്നു അത്. ആ പരിശീലനത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുഖത്ത് ഇനിയൊരു ആവശ്യം വരുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫുഡ് ഫോഴ്സ്, അവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ രീതിയിൽ ഫുഡ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫുഡ് ഫോഴ്സിന് ഞങ്ങൾ രൂപം കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായ ട്രെയിനിങ്ങും ബന്ധപ്പെട്ട മിലിറ്ററി, പാരാമിലിറ്ററി അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സമയബന്ധിതമായിട്ട് ഈ പരിപാടി തീർക്കണം എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി കോട്ടയം ജില്ല സംസ്ഥാന കമ്മിറ്റിയുടെ, ഞാൻ വയനാട് ജില്ല സൂചിപ്പിച്ചത് തന്നെയാണ്, വയനാട് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കളക്ഷൻ രൂപീകരണം ഉണ്ടായപ്പോഴും അവിടെയും സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴേ 2 രീതിയിൽ നടത്താൻ പറ്റും. ഒന്ന്, സംസ്ഥാന കമ്മിറ്റി പറയുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താം. രണ്ടാമത്തത് ഒരു ഉത്സവ കണ്ണോടുകൂടി, അതല്ലെങ്കിൽ അതിന് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, സംസ്ഥാന കമ്മിറ്റിയുടെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെ കളക്ട് ചെയ്യുകയും അതിനുശേഷം ആ രീതിയിൽ സഹകരിക്കുകയും ചെയ്യുന്ന ചില ജില്ലകളുമുണ്ട്. പക്ഷേ കോട്ടയം ജില്ല അവിടെയും മാതൃകാപരമാണ്. ഏതൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്താലും ആ സംസ്ഥാന കമ്മിറ്റി ചിലപ്പോൾ വിഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചാൽ പോലും എടുക്കുന്ന തീരുമാനം സിസ്റ്റമാറ്റിക്കായിട്ട് സംസ്ഥാന കമ്മിറ്റി പറയുന്ന അതേപോലെ സംഘടനാപരമായിട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല എന്ന അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ കഴിയും. എന്തായാലും വയനാട് ജില്ലാ ദുരന്തമായിട്ടായിക്കോട്ടെ, സുരക്ഷാ പദ്ധതി ആയിക്കോട്ടെ, സംഘടന എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഒപ്പം തന്നെ സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ആശയം ഓരോ താഴെത്തട്ടിലേക്കും എത്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഇവിടെ ഒത്തിരിയേറെ കുടുംബാംഗങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷ പറഞ്ഞു, കുടുംബാംഗങ്ങൾ എല്ലാവരും ഭർത്താക്കന്മാരോട് KHRയുടെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനും കൂടി പറയുന്നു,
എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എത്രയും KSRAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അത്രയും കുടുംബത്തിൽ സന്തോഷവും, ഒപ്പം തന്നെ നാളെ ആരും നമുക്കില്ലെങ്കിലും KSRA ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് എല്ലാവരും മാനസികമായിട്ട് സജ്ജമാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സംസ്ഥാന കമ്മിറ്റിയുടെയും വ്യക്തിപരമായ എൻ്റെ പേരിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.